വയനാട് തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് സമീപം കാട്ടാന ആക്രമണം. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു. വള്ളുവാടി കുളത്തൂർക്കുന്നിൽ വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ദിവസേന അവിടെ നിന്ന് ഓരോ തരത്തിലുള്ള വന്യമൃഗശല്യവുമായി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നതാണ്. ഇന്ന് പക്ഷേ അവിടെ ഒരാൾക്ക് ജീവൻ നഷ്ടമായതിന് പിന്നാലെ ഉയരുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് വീണ്ടും രണ്ടിടങ്ങളിലായി ആക്രമണം ഉണ്ടാകുന്നു. വിശദാംശങ്ങൾ സുർജിത്ത്. റിജിത്ത്, എരുമക്കൊല്ലിയിൽ ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു കാട്ടാന ആക്രമണത്തിൽ. ഇതിന് തുടർച്ചയായി വയനാടിന്റെ മറ്റ് പല മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് സമീപമാണ് റോഡരികിലായി നിർത്തിയിട്ടിരുന്ന കാറ് കാട്ടാന തകർത്തിരിക്കുന്നത്. പ്രദേശവാസിയായ ആലസമ്പാടം സജീർ എന്നയാളുടെ കാറാണെന്ന് പുലർച്ചെ 4 മണിയോടുകൂടി കാട്ടാന തകർത്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് വാഹനം ഇറക്കാനുള്ള സൗകര്യം ഇദ്ദേഹത്തിനില്ല. അവിടെയാണ് ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ഈ കാട്ടാന കാർ ആക്രമിക്കുന്നത് കാണുന്നതെന്ന് സജീർ പറഞ്ഞു. ഈ പ്രദേശത്ത് സ്ഥിരം കാട്ടാനയുടെ ശല്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വനപാലകർ എത്തി അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാനമായ ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുള്ളത് വയനാട്ടിൽ വീടിന് നേരെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വള്ളുവാടിയിലാണ്. കുളത്തൂർക്കുന്ന് മലയക്കുളങ്ങര ബെന്നിയുടെ വീടിന് നേരെയാണ് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പുലർച്ചെ 2:30-ഓടെയാണ് ഇത്തരത്തിലൊരു സംഭവം. വീടിന്റെ മുൻവശത്ത് ആന തട്ടി അതിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയാണുള്ളത്. ഈ കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബെന്നിക്ക് നേരെ ഇത് പാഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സമയം വീടിനകത്തേക്ക് കയറിയതിനാൽ മാത്രമാണ് ജീവൻ രക്ഷിക്കാൻ ബെന്നിക്ക് കഴിഞ്ഞിട്ടുള്ളത്. നിരന്തരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടമെന്ന് പറയുന്നുണ്ട്. നിരവധി കർഷകരുടെ കൃഷിയും കാട്ടാന വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഈ കനത്ത രീതിയിലുള്ള പ്രതിഷേധം പലയിടങ്ങളിലും ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണങ്ങൾ തുടർച്ചയായി. തോൽപ്പെട്ടിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് കാട്ടാന തകർത്തിരിക്കുന്നത്. അതുപോലെ വള്ളുവാടി കുളത്തൂർക്കുന്നിൽ വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.